നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അവസാനം സരുവിന് ഭ്രാന്തിളകുന്നുണ്ട്. കാരണം ഇത്രയും കാലം സരു മനസ്സിൽ അടക്കി പിടിച്ച ആ ഒരു ആത്മരോഷമൊക്കെ അങ്ങനെ പുറത്തു വരുവാണ്. മനോഹറിന്റെ നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ്. മനോഹറിന്റെ വിചാരം എല്ലാ കാലത്തും എല്ലാവരെയും വഞ്ചിച്ച് അല്ലെങ്കിൽ ഓരോ വർഷം ഓരോ പെണ്ണെന്ന രീതിയിൽ മുന്നോട്ട് പോവാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനോഹറിന് നല്ല പണി കിട്ടുന്നുണ്ട്. മനോഹറിന്റെ അമേരിക്ക യാത്രയും മുടങ്ങി അവസാനം അവനെ മരണത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് സരയു. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം പ്രകാശിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളി വിട്ടിട്ട് അങ്ങ് അകത്തേക്ക് കയറിപ്പോവാണ് വിക്രം. ഈ സമയത്ത് പ്രകാശനാണെങ്കിൽ കൈ സ്റ്റിക്ക് പോലും ഇല്ലായിരുന്നു, എഴുന്നേക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിന് പ്രകാശൻ അവിടെ ഇങ്ങനെ ആ സിറ്റൗട്ടിന്റെ അവിടെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. പ്രകാശന്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നുപോയി. ഇവൻ വന്നിരിക്കുന്ന വെറുതെയല്ല, തന്റെ കല്യാണി മോളെയും കാർത്തി മോളെയും ഒക്കെ ഇല്ലാതാക്കും. അതിനുമുമ്പ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. ഇവനെ താന് രാജാവായിട്ട് വാഴിക്കണമെന്ന് കരുതി കൊണ്ടുവരുന്ന, എന്നിട്ട് ഇപ്പോഴോ അവസാനം തന്നെ കൊല്ലാനായിട്ട് ഇവൻ വന്നിരിക്കുന്നേ. ഒരു പക്ഷെ തനിക്ക് തന്റെ മക്കളോട് പെൺമക്കളോട് സ്നേഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവൻ എന്നെ കൊല്ലും. അപ്പൊ അതിനു മുമ്പ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. ഒന്നും വേണ്ടിയിരുന്നില്ല. കാരണം അന്ന് താൻ ഇവനെ സ്നേഹിച്ചതിന്റെ ഒരിറ്റ സ്നേഹം തന്റെ പെൺമക്കൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവളുടെ അടുത്ത് തനിക്ക് സുഭിക്ഷമായിട്ട് കഴിയായിരുന്നു. തനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പ്രകാശിന്റെ മനസ്സിൽ കൂടെ കല്യാണിന്റെ മുഖം ഇങ്ങനെ മിന്നി മായുവാണ്. താൻ അവളെ കുഞ്ഞിനെ ദ്രോഹിച്ചതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് ഇവനെ ആയിരുന്നു മര്യാദ പഠിപ്പിക്കേണ്ടിയിരുന്നെന്ന്, ഇവനായിരുന്നു ആ ഗതി വരേണ്ടിയിരുന്നേ. പക്ഷേങ്കില് പാവം കല്യാണി മോളെ ഏറ്റവും കൂടുതൽ അവളെയാണ് താൻ ദ്രോഹിച്ചിട്ടുള്ളത്. എന്നിട്ടോ തനിക്കൊരു ആപത്ത് വന്നപ്പോ തന്നോടൊപ്പം അവള് നിന്നു. പക്ഷേങ്കില് തന്റെ മകൻ എന്ന് പറഞ്ഞ താന് ഊട്ടി ഉറക്കിയ തന്റെ മകന് തനിക്കെതിരെ ഇപ്പൊ തിരിയുവാണ്. അതൊക്കെ ഓർത്തേയും പ്രകാശന് സഹിച്ചില്ല. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവനെ താൻ തീർക്കും. തന്റെ പെൺമക്കളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് ഇവനെ തനിക്ക് ഇല്ലാതാക്കണം എന്നൊരു ചിന്തയൊക്കെ പ്രകാശന്റെ മനസ്സിലേക്ക് വരുവാണ്. ഇവന്റെ ഓരോ നീക്കങ്ങളും അറിയണം. ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ താന് അല്ലെങ്കിൽ ഇവന്, ഇതിലേതെങ്കിലും ഒന്ന് നടക്കും. ഒരു പക്ഷെ തനിക്ക് അവരുമായിട്ട് അടുപ്പമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടങ്ങിയിരിക്കില്ല എന്നും അറിയാം. അപ്പൊ അതിനു മുമ്പ് തനിക്ക് ഇവനെ അറ്റാക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ പ്രകാശന്റെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. ആ സമയത്ത് കല്യാണി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പിന്നീട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് കിരണിനോട് സംസാരിക്കുന്ന സമയത്ത് കിരൺ പറഞ്ഞു, ദേ അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞ എന്താണെന്നറിയാവോ, ഇനി നീ എന്താണെങ്കിലും ആ പ്രകാശനെ കാണാൻ പോകണ്ടെന്നൊക്കെയാ. അത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു, അതെ കിരണേട്ടാ, എനിക്ക് അച്ഛന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. എന്റെ മനസ്സ് പറയുന്നത് എന്താണെന്നറിയാവോ, മുമ്പ് കിരണേട്ടന്റെ അച്ഛനെ അമ്മയും രക്ഷിക്കാനായിട്ട് എന്റെ അച്ഛൻ ചെയ്തില്ലേ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ. കാരണം വിക്രത്തോടൊപ്പം കൂട്ടുകൂടി അടുത്ത് നിന്നാൽ അവന്റെ ഓരോ നീക്കങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അവനോടൊപ്പം നിൽക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. എന്നെയും കാർത്തിയേച്ചിനൊക്കെ രക്ഷിക്കാൻ വേണ്ടാന്ന് പറയണം. കിരൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിലും നമുക്ക് അതിനകത്ത് ഒരു ഉറപ്പില്ല കല്യാണി. കാരണം നിന്റെ അച്ഛൻ എന്താ ഏതാന്നൊക്കെ നിനക്ക് നന്നായിട്ടറിയാം. ഇതിനു മുമ്പ് ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ. കാര്യം കാണാൻ വേണ്ടി നിന്റെ അടുത്ത് വന്നിട്ട് അവസാനം അവനോടൊപ്പം നിൽക്കുന്ന സ്വഭാവമല്ലേ നിന്റെ അച്ഛൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ അവസാനം പണി കിട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. കല്യാണി പറഞ്ഞു, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കിരണേട്ടാന്ന് പറയാം. നിനക്ക് പേടിയില്ല, പക്ഷെ ഞങ്ങൾക്ക് പേടിയുണ്ട്. കാരണം ആ വിക്രം എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ അറിയാലോ. നിന്റെ ചേച്ചിയുടെ തല തല്ലി പൊളിച്ചവനാ. അങ്ങനെയുള്ളവന് എന്ത് വൃത്തികേടും കാണിക്കും. അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പുറത്താരെങ്കിലും കാണും. കാരണം ഗംഗാപ്രസാദ് മാത്രം അകത്തേക്ക് പോയിട്ടുള്ളൂ. അവന്റെ അണികൾ ഇനിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവര് ചിലപ്പം ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയത്ത് പോലും ഇല്ലാന്ന് പറയണം. പിന്നീട് പറഞ്ഞു, എന്താണെങ്കിലും അച്ഛന് അവന്റെ മേലൊരു നോട്ടം ഇട്ടിട്ടുണ്ട്. അവൻ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ഒക്കെ നോക്കാനായിട്ട്. തൽക്കാലത്തേക്ക് പേടിക്കണ്ട. പിന്നെ ഇവിടെ കയറി വന്ന് അവനൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. നമ്മൾ പുറത്തു പോണ സമയത്ത് വേണം കൂടുതൽ സൂക്ഷിക്കാനായിട്ട്. ഞാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നീ തനിച്ചാണെങ്കിൽ അറിയാലോ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, എനിക്കറിയാന്ന് പറയണം. ഇനി അതിന്റെ പേരിൽ എന്താണെങ്കിലും കിരണായിട്ടും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയണം. ആ സമയത്ത് പിന്നീടും മനോഹർ മരിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. മരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മരിയ പറഞ്ഞു, അതേ മനുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നമുക്ക് വിസയുടെയും പാസ്പോർട്ടിന്റെയും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്ക് പോകാൻ സാധിക്കും എന്ന് പറയണം. മനോഹർ പറഞ്ഞു, ഇനി അധികം വൈകാതെ പോണെന്ന് പറയാം. മരിയ പറഞ്ഞു, പക്ഷെ കുറച്ച് ദിവസം ഉണ്ടല്ലോ ആ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ അത് ഏൽപ്പിക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. അത് കേട്ടപ്പോൾ മനോഹർ ഞെട്ടി. അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് വേറെ ഏതെങ്കിലും കമ്പനിയെ ഏൽപ്പിച്ചാൽ പറയാം, ഞാൻ പറഞ്ഞല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മരിയ പറഞ്ഞു, മരിയേട്ടാ എന്തായാലും നമുക്ക് പോകാനായിട്ട് കുറച്ച് താമസം ഉണ്ടല്ലോ.
പെട്ടെന്ന് അങ്ങോട്ട് ഇടിപിടിന്ന് പോകാൻ പറ്റില്ലോ എന്ന് പറയണം. മനോഹർ പറഞ്ഞു, ഇപ്പൊ തന്നെ ആണെങ്കിലോ എൻ്റെ അമ്മാവൻ്റെ മക്കളെ പെൺമക്കളൊക്കെ നല്ല സംശയവും കാര്യങ്ങളൊക്കെ എന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എത്രയും പെട്ടെന്ന് തന്നെ പോകണമെന്ന്. ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മരിയ പറഞ്ഞല്ലോ അത് എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ മനുവേണ്ട കയ്യിലെ തെറ്റുകൊണ്ടല്ല, ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും ആണോന്ന് അറിയത്തില്ല എന്ന് പറയണം. എനിക്ക് ശത്രുക്കളോട് പറയത്തക്കതായിട്ടില്ല. പക്ഷെ മനുവേട്ടൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുക. ശത്രുക്കളോ? എനിക്ക് അങ്ങനെ ശത്രുക്കളൊന്നും ഇല്ലാന്ന് പറയണം. അല്ല, ഞാനോടത്ത് വേറെ ഒന്നുമല്ല, ബാഗിനകത്തിരുന്ന പാസ്പോർട്ടും വിസയും പോണെങ്കിലേ പിന്നെ ഇവിടെ മുറിക്കകത്ത് അങ്ങനെ വേറെ ആരും അങ്ങനെ കയറിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എന്ത് പോകുന്ന എനിക്കറിയില്ല എന്നൊക്കെ പറയണം. ആ സമയത്ത് മനോഹർ മനസ്സിലോർത്തു, ആകെപ്പാടെ സരിവ് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സരിവ് മാത്രം ഒന്ന് കയറി ഇവിടെ സെർച്ച് ചെയ്ത്. ആ സമയത്ത് താൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവളെ എടുക്കാൻ വഴിയില്ല, പിന്നെ എങ്ങനെ പോയി? കുഴപ്പമില്ല, ഇനിയിപ്പോ എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പോവാലോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് പിന്നീട് രാഹുലും ഗംഗാപ്രസാദും കൂടെ കൂടിയിട്ട് ജയിലിലിരിക്കുന്ന സമയത്താണ് സ്റ്റെഫി ഗംഗാപ്രസാദിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഗംഗാപ്രസാദിനെ കണ്ടു കഴിഞ്ഞിട്ട് സ്റ്റെഫി പറഞ്ഞു, വിക്രത്തിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവനുമായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ഗംഗാപ്രസാദ് പറഞ്ഞു, അധികം വൈകാതെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് ചാടുമെന്ന് പറയണം. സ്റ്റെഫി പറഞ്ഞു, ധൈര്യമായിട്ട് ചാടിക്കോ, പുറത്ത് എന്താണെങ്കിലും ഞാൻ ഉണ്ടായിരിക്കും, എല്ലാ ഫുൾ സപ്പോർട്ടും എല്ലാം ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയണം. ഈ സമയത്ത് രാഹുൽ പറഞ്ഞു, അല്ല ഈ സമയത്ത് ഗംഗാപ്രസാദ് പറഞ്ഞു, ഒരു കാര്യം പറയാം, എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തിന്റെ ചാട്ടക്കയറ്റി കാര്യങ്ങളൊക്കെ നടത്തണം. കാർത്തികയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. ഞാൻ ഇനി ഇറങ്ങുമ്പോൾ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലേക്ക് കിട്ടണം. പിന്നെ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല സ്റ്റെഫി. പിന്നെ നമുക്ക് എന്താണെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റെഫി പറഞ്ഞു, അത് ശരിയാ ഗംഗെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അന്വേഷിച്ചിടത്തോളം കാലം ഈ കിരൺ എന്ന് പറയുന്നവന് അത്ര നിസ്സാരക്കാരൊന്നുമല്ല, അവ സ്ട്രോങ് ആന്ന് പറയണം. അത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു, അതെനിക്കറിയാവുന്ന കാര്യമാണ്, അവന്റെ മുന്നിൽ മാത്രം എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തെ, അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റെഫി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, ഞാൻ എന്താണോ ആ രീതി തന്നെ മുന്നോട്ട് പോണേ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് സരിയു ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയ കാര്യങ്ങളൊന്നുമല്ല, അവനിപ്പോ അവന്റെ കാമുകിയെ കാണാൻ വീണ്ടും പോയേക്കുക. ഇനി ഇതിങ്ങനെ മുന്നോട്ട് വെച്ചോണ്ട് പോയിട്ട് കാര്യമില്ല. സരിയു ചെന്നിട്ട് ആ സൈഡിലിരുന്ന് മുറിയുടെ സൈഡിലിരുന്ന് കമ്പ്യൂട്ടറൊക്കെ എടുത്തു അത്തേലേക്കൊന്ന് പിടിച്ചു നോക്കി. എടാ മനോഹറെ, നിന്റെ അന്ത്യം കുറിക്കാൻ ഞാൻ പോവാ, ഇനി ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ലെന്ന് പറയണം. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ കാര്യത്തിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വടിയൊക്കെ നോക്കി അവിടെ വെക്കുവാണ്. അതിനുശേഷം താഴേക്ക് ഇറങ്ങി വന്നു. താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും ശാരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ശാരിയോട് പറഞ്ഞു, അതെ ഒരു സദ്യ ഒരുക്കണം എന്ന് പറയണം. സദ്യയോ? അല്ല, ഇനിയിപ്പം ഞാനും മനുവേട്ടനും മോളും കൂടെ പോവല്ലേ, പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല, ഓണത്തിന് മുമ്പ് തന്നെ പോവുമല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരു സദ്യ ഒരുക്കണം, എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, അല്ല മോളെ, പറയുന്നത് നിങ്ങളങ്ങനെ അനുസരിച്ചാൽ മതി, കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട, പറഞ്ഞു കേട്ടല്ലോ. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് അഭയം തരാനായിട്ട് ആരെങ്കിലും എത്തുമായിരിക്കും എന്ന് പറയണം. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വെക്കാം, അല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ആൻറ്റിയുടെ അടുത്ത് പോയിക്കോളാനായിട്ട്, പിന്നെ നിങ്ങൾ എന്താണ് അങ്ങോട്ട് കേട്ടില്ല എന്ന് പറഞ്ഞ് ആൻറ്റി ഇരിക്കുന്നത്, പിന്നെ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൻറ്റിക്ക് ദേഷ്യമൊന്നും കാണത്തില്ല, ആൻറ്റി വന്ന് എന്താണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ എന്ന് പറയണം. പിന്നെ എൻ്റെ മോളെ എങ്ങാനും കൊണ്ടാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെയും കൂടെ നോക്കണം എന്ന് പറയാം. ഇതെന്താ ഇപ്പം ഇങ്ങനെ പറയണേ, മോളെ കൊണ്ടുപോകുന്നില്ലെന്ന് ചോദിക്കാം. അല്ല അവളെ എങ്ങാനും കൊണ്ടാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം, അത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് സാരിയോ അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ഷാരി ഓർത്തി എന്താ ഇവൾ ഇങ്ങനെയൊക്കെ പറയണേ, ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നത്. മനോഹർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സരയും മുറിയിൽ മോളെയും കൊഞ്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മനോഹർ വന്നു കഴിഞ്ഞപ്പം സരി വെച്ച്, ആഹാ മനുവായിട്ട് പോയിട്ട് വന്നോന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനാ മോളു, കാര്യങ്ങളൊന്നും നടക്കാത്ത എൻ്റെ വിഷമമുണ്ട് എന്ന് പറയണ. സാരമില്ല മനുവേട്ട, എല്ലാം ശരിയാകും, ഇന്നത്തെ ഒരു രാത്രി കഴിയുന്നതോട് കൂടിയിട്ട് എല്ലാം ഓക്കെ ആവെന്ന് പറയണ. എന്താ മോള് അങ്ങനെ പറഞ്ഞേ? അല്ല നമ്മുടെ വിഷമങ്ങളും വേദനകളും നമ്മൾ അമേരിക്കയിലേക്ക് പോവല്ലേ, അവിടെ ചെന്നാൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അതൊക്കെ ഓർത്ത് ഞാൻ പറഞ്ഞാന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ. പിന്നീട് സരയെ പറഞ്ഞു, ഞാനിന്ന് അമ്മയോട് സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഉണ്ടാക്കണം, വാ നമുക്ക് കഴിക്കാന്ന് പറയണം. സദ്യ അതെന്താ ഇപ്പം? അല്ല മനുവേട്ടാ, നമ്മൾ ഓണത്തിന് മുമ്പ് അമേരിക്കയിലേക്ക് പോവല്ലേ, അപ്പോൾ ഒന്നിച്ചിരുന്ന് അങ്ങനെ അമ്മയോടൊപ്പം ഇരുന്ന് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ, അച്ഛനും കൂടെ വേണ്ടിയിരുന്നായിരുന്നു ഇവിടെ, എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, വരാൻ പറയണം. അങ്ങനെ മനോഹരനെ കൂടെ കൂട്ടി താഴേക്ക് പോവാണ്. അങ്ങനെ അവന് അവസാനത്തെ അത്താഴം ഊട്ടുവാണ്.
സരിയു പകുതിയിൽ കഴിഞ്ഞ് ഭയങ്കര സ്നേഹത്തോടുകൂടി മനോഹരനോട് പെരുമാറുന്ന അടുപ്പം കാണിക്കുന്നത്. ആ സമയത്ത് ശാരി ഓർത്തു, ഇതെന്ത് പറ്റി ഇവൾക്ക്? ഇവൾ എത്ര പറഞ്ഞാലും ഇവളുടെ തലയിലേക്ക് കയറത്തില്ല. എത്രയോ വട്ടം പറഞ്ഞു കൊടുത്തു മനോഹർ ശരിയല്ല എന്നൊക്കെ. പക്ഷെ എങ്കിൽ ഇവളുടെ തലയിലേക്ക് കയറുന്നില്ലല്ലോ ഭഗവാനെ. ഇവനാണെങ്കിൽ ഒന്നിനൊന്നിനും പറ്റിച്ചോണ്ടിരിക്കുക. പോവും പോവെന്ന് പറഞ്ഞിട്ട് ഇവനെതിരായിട്ടും പോയിട്ടുമില്ല. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ പോയിട്ട് തൻ്റെ മോളുടെ ജീവിതം വീണ്ടും താറുമാറാൻ തോന്നുന്നേ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്. ആ സമയത്ത് പ്രകാശം കല്യാണിയെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിയുടെ കാര്യങ്ങളൊക്കെ പറയണം, മോളെ സൂക്ഷിക്കണം. അവൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നേ. അവന് സപ്പോർട്ടായിട്ട് പുറത്ത് ആരൊക്കെയുണ്ട്. ഒരു പക്ഷേങ്കിൽ അവന്റെ നീക്കങ്ങള് എന്നോട് പോലും ഇപ്പൊ പറയാതെ അവൻ ചെയ്യുന്നേ. അവന് എന്നെ തന്നെ നല്ല സംശയം ഉണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, ദേ അച്ഛ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ കാര്യം ഓർത്തിട്ട് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് അച്ഛന് ഇപ്പൊ സ്വയരക്ഷ എന്താന്ന് വെച്ചാൽ അത് നോക്ക്. അല്ലാതെ എന്നെ രക്ഷിക്കാനായിട്ട് വരണ്ടെന്ന് പറയും. ഇല്ല മോളെ, നിനക്കൊരാവത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ സഹിക്കുവോ? എന്താണെങ്കിലും ഞാൻ അവന്റെ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് മോള് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒന്ന് സൂക്ഷിക്കണം. അത് പറയാൻ വേണ്ടി ഞാൻ വന്നേന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയായി. ഈ സമയത്ത് സരയു കാത്തിരിക്കുകയാണ് മനോഹറിന് വേണ്ടിയിട്ട്. മനോഹറിന് നെഞ്ചത്ത് റീത്ത് വെക്കാൻ പാകത്തിന് സരയു ഇങ്ങനെ കാത്തിരിക്കുക. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ കിടന്നുറങ്ങുക. പതിവിലും വിപരീതമായിട്ട് മോളെ സരയു കൊണ്ടേ ചാരുടെ അടുത്ത് കൊണ്ടേ കൊടുത്തു. ചാരുടെ അടുത്ത് കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇന്ന് മോൾ ഇവിടെ കിടന്നാൽ മതി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ചാരി അതെന്താ? കിടന്നാൽ മതി അത്രയ്ക്ക് തന്നെയെന്ന് പറയണം. എനിക്കിന്ന് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ പറയണം. ഇതെന്താ ഇവൾ ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ ശാരി ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യണം, സരയു മുറിയിലേക്ക് കയറി വന്നു. മുറിയിലേക്ക് കയറി വന്ന് പദവിയും വിപരീതമായിട്ട് മനോഹറിന് പറഞ്ഞാൽ അന്ന് ഭയങ്കര സ്നേഹം അടുപ്പമൊക്കെ കാണിച്ചേ. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ കിടന്നുറങ്ങുവാണ്. ഉറക്കം പിടിച്ചെന്ന് വരുത്തി കഴിഞ്ഞപ്പോഴത്തേനും സരയു എന്ത് ചെയ്യണം, ആ സൈഡിൽ വെച്ചിരുന്ന കമ്പിവടി ഇങ്ങോട്ട് പോയി എടുത്തു. സരയുവിനറിയാം, കാരണം ഇവനെ നേർക്ക് നേരെ നിൽക്കുന്ന സമയത്ത് ഇവനെ അടിച്ചു പെട്ടെന്ന് ഇതാക്കാൻ പറ്റില്ല. പിന്നീട് ഒന്നും നോക്കിയില്ല, ആ കമ്പിവടി എടുത്തുകൊണ്ട് മനോഹറിന്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ്. എടാ, ഇന്നത്തോടുകൂടി നിന്റെ ജീവിതം അവസാനിച്ചിടാ. ഇത്രയും കാലം നീ എത്ര പെൺകുട്ടികളുടെ പുറകെ പോയിട്ടുണ്ട്, എത്രയൊക്കെ ചതികൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നിന്നെ വെറുതെ വിടാൻ പോകുന്ന കാര്യമാണോ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ തലയ്ക്കിട്ട് ഒറ്റൊരു അടി കൊടുക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു അടിയിൽ അവനിങ്ങനെ ഞെട്ടി ഉണർന്നിട്ട് ഇങ്ങനെ ചാടി എഴുന്നേറ്റ് നോക്കുവാണ് സരയുനെ. അപ്പത്തേനും അവൻ എന്തോ തല ഇറങ്ങുന്ന പോലെ തോന്നി. അപ്പോഴേക്കും സരയു തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അവിടെ ഇട്ട് അടിയോടടി. ഈ അടി ഒച്ചപ്പാടും കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചാരി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് അങ്ങോട്ട് വരുവാണ്. മുകളിലേക്ക് കയറി ഓടി വരുമ്പോഴത്തേനും സരയു മനോഹറിനെ അവിടെ ഇട്ട് തല്ലി ചതയ്ക്കുന്ന കാഴ്ച കണ്ടേ. അടിച്ചവിടെ ദേഹമൊക്കെ അടിച്ച് ഒരു പരുവാക്കി വെക്കുക തന്നെ. തറയെ മുഴുവൻ ചോര. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഒരു നിമിഷം ആ ഞെട്ടി നിൽക്കുകയാണ് ശാരി. പിന്നീട് ശാരി നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ശാരി ഓടി നേരെ കിരണിന്റെയും കല്യാണിന്റെ അടുത്ത്. തൊട്ടടുത്ത വീട് അതാണല്ലോ. അങ്ങോട്ടേക്കല്ലേ ഒരു രക്ഷയ്ക്ക് പോവാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ചെന്നാൽ കഥയെ കിടന്ന് ആഞ്ഞു മുട്ടുവാണ്. അപ്പോഴേക്കും കല്യാണി കിരണിനോട് പറഞ്ഞു, ധാരാ കിരണേട്ടായ സമയത്തിന് ചോദിക്കുക. ആരെന്നറിയില്ല, നോക്കാന്ന് പറഞ്ഞോണ്ട് അവർ രണ്ടുപേരും കൂടെ വന്ന് കിരണ് കഥ അങ്ങോട്ട് തുറക്കുവാണ്. തുറന്നു കഴിയുമ്പോഴത്തേനും ശാരി ആകെപ്പാടെ പെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. ശാരി പറഞ്ഞു, മോനെ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വരാൻ പറയണം. അങ്ങോട്ടേക്ക് ഓടി വരാൻ? അവിടെ എന്താ? അത് പിന്നെ സരയുണ്ടല്ലോ, മനോഹറിന്റെ തല തല്ലി പൊളിച്ചിട്ടിരിക്കുക. അവൻ മരിച്ചിട്ടുണ്ടോന്ന് പോലും അറിയത്തില്ല. പെട്ടെന്ന് ഓടി വരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ഓർത്തു, ഇനിയിപ്പം വല്ല പണിയാണോന്ന് പറയാൻ പറ്റില്ല, ഇവരുടെ സ്വഭാവം ആയതുകൊണ്ട്. ആ സമയത്ത് കിരൺ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന സത്യം തന്നെയാണോ, അതോ ഇനിയിപ്പം ഞങ്ങളെ അങ്ങോട്ട് കാണാൻ വിക്രം ഇറങ്ങിയിട്ടുണ്ട്, വിക്രമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഗൂഢാലോചന എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും ഷാരു പറഞ്ഞു, മോനെ പെട്ടെന്നൊന്ന് വാ, എന്റെ മോളല്ലേ കൊലപാതകയാവും. ആകെപ്പാടകൾ ഭ്രാന്ത് പിടിച്ച് മട്ടി നിൽക്കാമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് കിരണും കല്യാണിയും ഒന്നും നോക്കിയില്ല. ദീപയൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഇവർ ഓട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. അങ്ങനെ ശാരി അവരെയും കുട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും കാണുന്ന കാഴ്ച സരയും മനോഹറിനെ തല്ലിച്ചരച്ച് നിലത്തിട്ടിരിക്കുകയാണ്. രക്തമൊക്കെ അവിടെ തളം കെട്ടി കിടക്കുകയാണ്. സരു അങ്ങനെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ആ കമ്പിവടിയും പിടിച്ചോണ്ട്. ഒരു നിമിഷം കിരീണം കില്ലാടി ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്ക് ശാരി ഇവിടെ നോക്കും മോനെന്ന് പറയണം. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇവരെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സരു അങ്ങോട്ട് തിരിഞ്ഞു. ഒരു ചിരി, വല്ലാത്തൊരു ചിരി അങ്ങോട്ട് ചിരിക്കുകയാണ്. വാ എന്റെ അടുത്തേക്ക് വാ, നിങ്ങളെ ഞാൻ തീർത്ത് കളയാന്ന് പറയണം. ഈ സരു ജീവിതത്തിൽ തോറ്റുപോയി. എല്ലാരും കൂടെ എന്നെ തോൽപ്പിച്ചു. ദേ ഒരുത്തം കിടക്കുന്നു. ഇവന്റെ വിചാരം ഇവന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്ന. കുറച്ച് കാലമായി സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു തക്കം പാർത്തിയാണ്ട് ഇരിക്കുമായിരുന്നു പറയണം. അവൻ വീണ്ടും വേറെ പെണ്ണിനെ കെട്ടി അമേരിക്കക്ക് കടന്നു കളയാൻ ശ്രമിക്കണു. അവനെ ഞാൻ വെറുതെ വിടുവോ? ഒരിക്കലും വിടത്തില്ല എന്ന് പറയണം. ഇതും പറഞ്ഞുകൊണ്ട് കമ്പിയോടിയുമായിട്ട് കിരണിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് കിരണ്
കല്യാണിയെ നോക്കി. കല്യാണി പറഞ്ഞ് മാറിക്കൊള്ളാൻ പറയണം. കാരണം കയ്യിലിരിക്കുന്ന കമ്പേടിയാ. ഒരു ഭ്രാന്തായ ഒരു അവസ്ഥയിലാ. ചിരിക്കുന്നു, കരയുന്നു, എന്തൊക്കെയോ പിച്ചും പേയും പറയുന്ന പോലെ പറയുന്നുണ്ട്. പെട്ടെന്ന് കിരൺ ചെന്നിട്ട് അവളെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ച് അവളെ കീഴ്പ്പെടുത്തുവാണ് അങ്ങോട്ടെ. കിരണിനെ അടിക്കാൻ വന്ന പക്ഷേ എങ്കിൽ ആ സെക്കൻഡിൽ തന്നെ കിരൺ അവളെ കീഴ്പ്പെടുത്തി. എത്രയും പെട്ടെന്ന് തന്നെ മനോഹറിനെ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ. പിന്നീട് ശാരി പറഞ്ഞു, മോനെ ഇവനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, ഇവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം എന്ന് പറയണം. പിന്നീട് കിരണും കല്യാണിയൊക്കെ ചേർന്നിട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇനിയിപ്പോ എന്തായി തീരുമെന്ന് അറിയത്തില്ല. അവന്റെ അന്ത്യം കുറിച്ചു. എന്താണെങ്കിലും അവൻ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പോലും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന സരി എന്താണെങ്കിലും അച്ഛൻ്റെ അടുത്തേക്ക് ഇതിനെ ജയിലിലേക്ക് പോവാ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.